ദുബായ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ നടത്തിയ വേനൽ ശിബിരം എന്ന സമ്മർ ക്യാമ്പ് ഏറെ ശ്രദ്ധ നേടി. പ്രവാസി മലയാളി കുട്ടികൾക്ക് കേരളത്തിന്റെ പൈതൃകവും സംസ്കാരവും പകർന്നു നൽകുന്നതായിരുന്നു ഈ ക്യാമ്പ്. പ്രവാസികളായ മലയാളി കുട്ടികൾക്ക് കേരളം മാതാപിതാക്കളുടെ നാട് എന്നതിലുപരി എന്താണെന്ന് മനസ്സിലാക്കി നൽകാനുള്ള ശ്രമത്തിന്റെ ഫലമാണ് വേനൽ ശിബിരം എന്ന സമ്മർ ക്യാമ്പ്. ദുബായ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ യുവജന പ്രസ്ഥാനമാണ് കഴിഞ്ഞ 10 വർഷമായി വേനൽ ശിബിരം സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തന്ദിനം ആരോ പറഞ്ഞ പ്രത്യേകം കേൾക്കണം കേട്ടോ. തന്ദിനം 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 താരോ പഠിക്കേ. തന്ദിനം 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 താരോ. മലയാള നാടിനെ പറ്റിയും മലയാളത്തിൻ്റെ മനോഹരത്തെ പറ്റി അതിൻ്റെ പൈതൃകത്തെ പറ്റിയും പ്രവാസികളുടെ മക്കൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഈ വേനൽ ശിബിരം. ഇത് 10ാം വർഷമാണ്. മലയാള നാട് വിട്ട് കേരളം വിട്ട് ഇവിടെ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പൈതൃകം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ 10ാം വർഷമാണ് ഈ വേനൽ ശിബിരത്തിൻ്റെ 2014. മലയാള ഭാഷയെ മറുനാട്ടിലെ കുട്ടികൾക്കിടയിൽ പരിചയപ്പെടുത്താനായി നാടൻ പാട്ടുകളും കഥകളുമാണ് അധ്യാപകർ ഉപയോഗിക്കുന്നത്. വേനൽ ശിബിരത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തവണ വിഷയം വേരുകൾ തേടി എന്നതായിരുന്നു. കേരളത്തിന്റെ പൗരാണിക കാലഘട്ടം മുതലുള്ള ചരിത്രം, സംസ്കാരം, കുടിയേറ്റം, വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളും പുരാതന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഉൽപ്പന്നങ്ങളും അതേ തനിമയോടെ ദുബായിലെത്തിച്ചിട്ടുണ്ട്. ഈ 10 വർഷം കഴിയുമ്പോഴേക്ക് ഓരോ ഘട്ടം ഘട്ടമായി കേരളത്തിന്റെ തനിമയാർന്ന പ്രത്യേകതകൾ ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരവസരം ഇത് ലഭിച്ചിട്ടുണ്ട്. ഇത് വലിയ പ്രോത്സാഹനം, എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളിൽ നിന്നും വലിയ പ്രോത്സാഹനം ഇത് ലഭിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രവർത്തകർക്ക് വളരെ സന്തോഷവും വളരെ ആവേശവും ഉണ്ടാക്കുന്ന സംഗതിയാണ്. കേരളത്തിലെ അതിപുരാതനമായ ചരിത്രശേഷിപ്പായ ഇടയ്ക്കൽ ഗുഹയുടെ മാതൃകയും ഈ വർഷം പള്ളിയങ്കണത്തിൽ ഒരുക്കിയിരുന്നു. വർഷം പഴക്കമുള്ള ഇടയ്ക്കൽ ഗുഹയുടെ ഉള്ളിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ കേരളത്തിന് അന്യം നിന്നുപോയ നാടൻ പാചക ഉപകരണങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 4000 വർഷത്തെ പഴക്കമുള്ള കേരളത്തിന്റെ മാത്രം അവകാശപ്പെടുന്ന ഇടയ്ക്കൽ ഗുഹ ഒരു ദൃശ്യമായി ഇവിടെ കാണപ്പെടുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഗുഹയുടെ ചുവരുകളിൽ കേരളത്തിന്റെ ചരിത്രം, കേരളത്തിലെ വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ ചിത്രപ്രദർശനവും ഒരുക്കിയിരുന്നു. ഗുഹയുടെ ഉള്ളിൽ ഗുഹയുടെ മാതൃകയെ കൂടാതെ കേരളത്തിൻ്റെ പുരാതന സംസ്കാരം വിളിച്ചോതുന്ന ചിത്രങ്ങളും ആധുനിക ചിത്രങ്ങളും കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് ലഭ്യമല്ലാത്ത വീട്ടുപകരണങ്ങളും പണി ഉപകരണങ്ങളും തുടങ്ങി കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഉപകരണങ്ങളുടെയും ക്രാഫ്റ്റ് വർക്കുകളുടെയും ഒരു പ്രദർശനവും ഇതിനോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പള്ളിയിലെ യുവജന പ്രസ്ഥാനമാണ് എടയ്ക്കൽ ഗുഹ ദുബായിൽ എന്ന ആശയം മുന്നോട്ട് വച്ചത്. 30 അംഗങ്ങളുടെ 25 ദിവസത്തെ പ്രവർത്തന ഫലമായാണ് ഇടയ്ക്കൽ ഗുഹ പുനർനിർമ്മിക്കാനായതെന്നും അംഗങ്ങൾ പറയുന്നു. ദുബായ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഏകദേശം 30 ആളുകൾ എല്ലാ ദിവസവും 6 മണിക്കൂർ വീതം 25 ദിവസം തുടർച്ചയായി ജോലി ചെയ്തിട്ടാണ് കേരളത്തിൻ്റെ തനിമയാർന്ന എടയ്ക്കൽ ഗുഹയുടെ ഈ മാതൃക ഇവിടെ സൃഷ്ടിച്ചുള്ളത്. ശ്രീ തോമസ്, ശ്രീ അനീഷ്, ശ്രീ പ്രിൻസ് തുടങ്ങിയ ആളുകളുടെ ഭാവനയിൽ രൂപപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ തനതായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു മാതൃക കൊച്ചു കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതിനായി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ തനത് കലകളായ കഥകളി, മോഹിനിയാട്ടം എന്നിവയും കുട്ടികൾക്കായി ദുബായിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കല്യാണ സൗഗന്ധികമായിരുന്നു കഥകളിയുടെ വിഷയം. ഗൾഫ് ദിസ് വീക്കിന്റെ ഈ ആഴ്ചത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, പോസ്റ്റ് ബോക്സ് 502638, ദുബായ് മീഡിയ സിറ്റി, UAE. ഫാക്സ് 04 426 4646. ഇമെയിൽ mmtvdubai@gmail.com.